ഹായ്, നമുക്കിന്നേ ഞാനിപ്പോൾ നമ്മളെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ചേഞ്ച് ചെയ്താലും നമുക്ക് ഇതുപോലെ അല്ല ഇതുപോലെ നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്തിട്ട് വേറെ ലൊക്കേഷനിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ മാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു AI യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനാദ്യം നമുക്ക് ക്രോം ഓപ്പൺ ചെയ്തിട്ട് ക്രോമിനകത്ത് നമുക്ക് beable.ai എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറാം. അതിനകത്ത് നമ്മുടെ സ്റ്റാർട്ട് ഫ്രീ എന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ഫ്രീ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈഡിലായിട്ട് സ്വിച്ച് എക്സ് എന്ന് പറയും, ഇതാണ് നമ്മുടെ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് വിത്ത് സെക്കൻഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോ ആണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കറൻ്റ്ലി ഇപ്പോൾ നമുക്കിവിടെ 240 ഫ്രെയിംസാണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ട്രിം ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ റേഞ്ച് ഏതാണോ ആ റേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ട്രിം ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് AI ത്രൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ AI ത്രൂ ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമുക്കിവിടെ ജനറേറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ, ഇപ്പോൾ നമ്മളത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറേറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ വരും. സോ 80 ക്രെഡിറ്റ്സ് നമുക്ക് കറൻ്റ് ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് 80 ക്രെഡിറ്റ്സ് തരുന്നത്. ഈ ക്രെഡിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 240 ഫ്രെയിംസുള്ള ഒരു വീഡിയോ നമുക്ക് ജനറേറ്റ് ആവും. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആവുന്നതാണ്. സോ എൻ്റെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ വീഡിയോയിലോട്ടേക്ക് നമുക്കിതിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിന് നിങ്ങൾക്ക് ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ക്യാപ്കട്ടോ, പ്രീമിയർ പ്രോ, ഡാവിൻസി ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോസുകൾ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലത്തെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കീപ്പ് വാച്ചിങ് അസ്.